സോ വെൽക്കം ടു ടീം ലാംഡ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഈ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചുരുക്കം പറഞ്ഞ് റിലേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം തന്നെ സെറ്റ് വേണം. അപ്പം അഥവാ സെറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പൊ റിലേഷൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റും അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സെറ്റും എടുക്കാമെന്ന് വിചാരിക്കാം. എങ്കിലേ ഈ എ ക്രോസ് ബി ആദ്യം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അവര് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാ പറയാ കേട്ടാ. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് സെറ്റ് 1, 2 ആന്ന് വിചാരിക്കുക. ദെൻ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് A, B ആന്ന് വിചാരിക്കുക. എങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി അല്ലേ. അപ്പൊ ആദ്യം എയിലത്തെ എലമെന്റ്, അപ്പൊ 1-ന് എ കൊടുക്കുക, അതേപോലെ 1-ന് ബി കൊടുക്കുക, പിന്നെ 2-ന് എ കൊടുക്കുക, സിമിലർലി 2-ന് ബി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എണ്ണം എന്ന് പറയുന്നത് ജസ്റ്റ് അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി. അപ്പൊ അവിടെ നിന്ന് അതൊരു ടോപ്പിക് കിട്ടി നമുക്ക് അല്ലെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാന്നിരിക്കുക, രണ്ട് വ്യത്യസ്ത ആൾക്കാർ എയിൽ നിന്നും ബിയിൽ നിന്നും. റിലേഷൻ എന്ന് പറയുമ്പോഴേ ഞാനിപ്പോ എയിൽ നിന്ന് ബിയിനകത്തേക്ക് റിലേഷൻ കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. എങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് എക്കകത്ത് 1-2 അല്ലേ ഉള്ളത്, ബിക്കകത്തോ A-B അല്ലെ. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം, യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇതിനില്ല. എന്ന് പറഞ്ഞാൽ 1-നെ നമുക്ക് എയിനകത്തേക്ക് കൊടുക്കാം, വേണമെങ്കിൽ 1-നെ നമുക്ക് ബിയിനകത്തേക്ക് കൊടുക്കാം, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പൊ ഏകദേശം റിലേഷൻ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വരും. 1-നെ നമുക്ക് എ ആയിട്ട് കണക്ട് ചെയ്യാം, അതേപോലെ 1-നെ ബി ആയിട്ടും കണക്ട് ചെയ്യാം. 2-നെ കണക്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ചുമ്മാ 2-നെ എടുത്തിട്ട് എയിലേക്കും കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളിപ്പോ എഴുതിയ ഈ റിലേഷൻ ഇല്ലേ, ഈ റിലേഷൻ എന്ന് പറയുന്നത് ഏകദേശം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ നോക്കിയേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എയിൽ നിന്ന് ബിയിനകത്തേക്ക് എഴുതി ഉണ്ടാക്കുന്ന എല്ലാ റിലേഷനും എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ റിലേഷൻസ് ഒക്കെ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഇവരുടെ മാക്സിമം സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി കടന്ന് പുറത്തോട്ട് പോവില്ല കേട്ടോ, അപ്പൊ മറക്കണ്ട. അപ്പൊ എ ക്രോസ് ബികളുടെ സബ്സെറ്റുകളാണ് റിലേഷൻസ്, മറക്കണ്ട. കാരണം അവിടെ നമുക്ക് നേരത്തെ നമ്മൾ സെറ്റിന്റെ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു പോയിന്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ റിലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്കകത്ത് n ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, ബിക്കകത്ത് m ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. എങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി ഡിഫൈൻ ചെയ്യാലോ. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്താ വരിക? 2m×n. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോ എ എന്ന് പറഞ്ഞ സെറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് അതിന്റെ കാർഡിനാലിറ്റി n ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ അല്ലേ 2n ആയിരുന്നേ. ഇപ്പോൾ പറഞ്ഞ രീതി എന്താ, എ ക്രോസ് ബികളുടെ സബ്സെറ്റ് ആണ് റിലേഷൻ. എ ക്രോസ് ബിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? nm എലമെന്റ്സ് അല്ലെ, അല്ലെങ്കിൽ m×n, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ സബ്സെറ്റ് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ 2 പവർ ആക്കി, അത്രേ ഉള്ളൂ. അപ്പൊ 2 പവർ mn. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷന്റെ എണ്ണം കിട്ടിയില്ലേ, 2 പവർ m×n എന്നുള്ള കാര്യം. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ എയിൽ നിന്ന് എയിനകത്തേക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് n എലമെന്റും ഇതിനകത്ത് n എലമെന്റ് അല്ലേ. എങ്കിൽ എ ക്രോസ് എക്കകത്ത് എത്ര എലമെന്റ് ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ക്രോസ് എക്കകത്ത് എത്ര എലമെന്റ് ആയിരിക്കും? n×n ആണ്. എങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറയുമ്പോൾ എന്താ വരാൻ പോണത്? 2n². അപ്പൊ നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ രീതിക്ക്, അതായത് അപ്ലൈ ചെയ്ത ആ രീതി ഇത്തിരി വ്യത്യാസമുണ്ട്. അവിടെ സെറ്റ് ആയിരുന്നു സബ്സെറ്റ്, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ട് റിലേഷനെ വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ റിലേഷനകത്തുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷന്റെ ഈക്വലൻസ് റിലേഷൻ എന്താണെന്നാണ് കേട്ടാ. അപ്പൊ ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? അതായത് ഒരു റിലേഷൻ റിഫ്ലക്സീവ്, പിന്നെ സിമെട്രിക് ആൻഡ് ലാസ്റ്റ് വൺ ട്രാൻസിറ്റീവ് ആകുന്ന
റിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്സീവ് എന്താന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് ആണ് എടുക്കുന്നത്, അതിനകത്താണ് റിലേഷൻ ഉള്ളത്. അപ്പൊ ഈ എക്കകത്ത് എല്ലാ എലമെന്റുകളും മനസ്സിലായി. അതായത് ഇപ്പൊ എ ബിലോങ്സ് ടു എ എടുക്കാന്ന് വിചാരിക്കാം. അതില് എ സ്വന്തമായിട്ട് എയിനോട് തന്നെ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടാവുക, നമ്മളുടെ റിലേഷനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, എന്റെ സെറ്റിനകത്ത് 1 2 3 4 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ എന്റെ ആ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ റിലേഷനകത്ത് 1 1 ഉണ്ടാകണം, 2 2 ഉണ്ടാവണം, അതേപോലെ 3 3 ഉണ്ടാകണം, ദെൻ 4 4 ഉണ്ടാവണം. ഇപ്പം സപ്പോസ് ഇതിനകത്ത് നമ്മൾ എഴുതിയ റിലേഷനകത്ത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 മാത്രം ഇല്ല എന്ന് വിചാരിക്കുക. എങ്കിൽ അത് റിഫ്ലക്സീവ് ആവില്ല. റിഫ്ലക്സീവ് ആകണമെങ്കിൽ എത്ര എലമെന്റ് ഉണ്ടോ അവരൊക്കെ എന്താവണം, അവനവനോട് തന്നെ റിലേറ്റഡ് ആയാൽ മാത്രമാണ്. അതിപ്പം 100 എലമെന്റ് ആയിക്കോട്ടെ, 200 എലമെന്റ് ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, റിഫ്ലക്സീവ് ആകണമെങ്കിൽ സെയിം പേഴ്സൺ, അതായത് എ എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടാകണം, എല്ലാ എലമെന്റും കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വേറൊരു കാര്യം പറയാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 1 2 3 തൊട്ട് എക്സെട്ര സം 14 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ചുമ്മാ റിലേഷൻ എഴുതി ഉണ്ടാക്കി. റിലേഷന്റെ ഉള്ളില് ആകെ എന്താ ഒരു 13 ആളുള്ളൂ എന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ഇട്ടേക്കണം. 13 ആളെന്ന് പറഞ്ഞാൽ ചിലപ്പോ 1 1 2 2 3 3 4 4 അങ്ങനെ 13 13 വരെ ഉള്ളൂ എന്ന് വിചാരിക്കാം. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് റിഫ്ലക്സീവ് അല്ലാന്ന്, അല്ലെ? അപ്പൊ അതല്ലാണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിലോ, ജനറൽ കേസ് ആയിട്ട് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് n ആൾക്കാരാന്ന് ഇരിക്കുക. അതേപോലെ തന്നെ റിലേഷനകത്ത് n-നേക്കാളും കുറവ്, അത് n-1 ആവാം, n-2 ആവാം കേട്ടോ, എന്തോ ആയിക്കോട്ടെ, n-നേക്കാളും കുറവ് റിലേഷനിൽ വരുവാണെങ്കിൽ പറയാൻ പറ്റും ഒരിക്കലും അതൊരു ഈക്വലൻസ് റിലേഷൻ ആവില്ല. കാരണം എന്താ, n-നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും റിഫ്ലക്സീവ് ആകില്ല. ഉറപ്പായില്ലേ? അപ്പൊ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ, അതായത് സെറ്റ് എക്കകത്ത് n ആൾക്കാരാന്ന് വിചാരിക്കുക, എങ്കിൽ ഞാനൊരു റിലേഷൻ ഉണ്ടാക്കുമ്പോൾ അത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്ത് എന്ത്, അല്ലെങ്കിൽ വേണ്ട, അത് ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവണം, ആ റിലേഷനകത്ത് ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം, നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് റിഫ്ലക്സീവ് എന്നുള്ള കൺസെപ്റ്റ് വരുള്ളൂ കേട്ടാ. ഓക്കെ, ഇനി n-നേക്കാൾ കൂടുതൽ വന്നെന്ന് വെച്ചിട്ട് ഈക്വലൻസ് റിലേഷൻ ആണ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവണമെങ്കിലുള്ള ചാൻസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അത് കിട്ടി. അടുത്ത ടോപ്പിക് ആണ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ബി നമ്മുടെ റിലേഷനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ നമുക്ക് ബി എ കൂടി അതായത് തിരിച്ച് ഉള്ള ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് സിമെട്രിക് ആണ്. ഇതിലിപ്പം എല്ലാവരും ഉണ്ടാവണം നിർബന്ധമില്ല. എന്റെ റിലേഷനകത്ത് 1 2 എന്ന് പറയുന്ന ആളില്ലാന്ന് വിചാരിക്കാം. എങ്കിൽ ഞാൻ 2 1 ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആയ? അപ്പൊ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബിലോങ്സ് ടു ആർ ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ബിലോങ്സ് ടു ആർ ആകണം. ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിലോ എ കോമ ബി ബിലോങ്സ് ടു ആർ, അതേപോലെ ബി കോമ സി ബിലോങ്സ് ടു ആർ. അപ്പൊ ആ കണക്ഷൻ മനസ്സിലായില്ലേ? എയിൽ തുടങ്ങി ബിയിൽ അവസാനിച്ചു, ബിയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു. ഇങ്ങനെ ഒരു രണ്ട് കേസും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആദ്യത്തെ ആളും രണ്ടാമത്തെ ലാസ്റ്റത്തെ ആളും, അതായത് എ സി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തെന്നാണ്, ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഇതേപോലെ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമായിട്ടുള്ള റിലേഷനെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? എന്താണെന്നുള്ളത് റിലേഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫങ്ഷൻസ് എന്താണെന്നും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം, ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെറ്റ് തുടങ്ങി, അത് ചെന്ന് റിലേഷനിൽ അവസാനിച്ചു, ഇനി ദെൻ നമ്മൾ പോവാൻ പോകുന്നത് ഫംഗ്ഷനിലേക്കാണ്. റിലേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഫങ്ഷൻസിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ റിലേഷൻ തന്നെ കൊടുക്കണം, റിലേഷനിൽ തന്നെ തുടങ്ങണം കേട്ടാ. അതായത് എനിക്ക് കയ്യിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സം സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിനകത്തേക്ക് ഉള്ളതാന്ന് വിചാരിക്കാം. എപ്പോഴാണ് നമ്മൾ ഇതിനെ ഫംഗ്ഷൻ എന്ന് പറയാ, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് റിലേഷനെ എപ്പോഴാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, ഞാനിവിടെ എ എന്ന് പറഞ്ഞ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടാ. ഈ എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുവേ, ഡൊമൈൻ. അതേപോലെ ബി എന്ന് പറഞ്ഞ സെറ്റിനെ ഫുൾ ആയിട്ടുള്ള സെറ്റിനെ കോ ഡൊമൈൻ എന്ന് പറയും.
ഓക്കെ. ഇനി അതേപോലെ ഞാൻ ഇവിടുന്ന് എയിൽ നിന്ന് ബിനകത്തേക്ക് മാപ്പിംഗ് കൊടുക്കില്ലേ, ആ മാപ്പ് ചെയ്യപ്പെട്ട ആൾക്കാരെ മാത്രം റേഞ്ച് എന്ന് പറയും. അപ്പം ഈ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ ആയിട്ട് ഈക്വൽ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് സബ്സെറ്റ് ആയാൽ മതി. മേ ബി ഈക്വൽ ആവാം, ഈക്വൽ ആവാണ്ടിരിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള റിലേഷൻ. ഇനി ഫംഗ്ഷനിലേക്ക് എത്താം നമുക്ക് കേട്ടോ. അപ്പൊ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, അത് എ വെച്ചിട്ടാണ് ഞാൻ പറയണത്, ശ്രദ്ധിച്ചു കേട്ടോ. എയിലുള്ള എല്ലാവർക്കും അപ്പുറത്തോട്ട് മാപ്പിംഗ് വേണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എയിൽ നിന്നുള്ള എല്ലാവർക്കും ബിനകത്തേക്ക് മാപ്പിംഗ് വേണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ എ വെച്ചാ കമ്പയർ ചെയ്യണമെങ്കിൽ മറക്കരുത്. എയിലുള്ള എല്ലാവർക്കും ബിനകത്തേക്ക് മാപ്പിംഗ് വേണം. അതേപോലെ തന്നെ എയിലുള്ള ആൾക്ക് ബിനകത്തേക്ക് ഒരെണ്ണമേ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുന്നത്, അതായത് ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, അതേപോലെ തന്നെ ഡി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ഇ കൊടുത്തേക്കാണ് കേട്ടാ, ഇവിടെ എഫ് കൊടുത്തു, ബിനെ എഫിലേക്ക് കൊടുത്തു, ഡിനെ ഞാൻ വീണ്ടും സിയിലേക്ക് തന്നെ കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ. എ എന്ന് പറയുന്ന ആൾക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് രണ്ടുപേരും ഒരെണ്ണത്തിലേക്ക് മാപ്പ് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമല്ല. ഓരോരുത്തർക്ക് എ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റില് ഓരോരുത്തർക്കും ഓരോന്നേ പാടുള്ളൂ. എക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ, സി മാത്രല്ലേ ഉള്ളൂ. ഇനി ബിക്ക് എത്ര ഉണ്ട്? എഫ് മാത്രല്ലേ ഉള്ളൂ. ഡിക്ക് എത്ര ഉണ്ട്? സി മാത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് എയിനെ തന്നെ സീനകത്തേക്കും പിന്നെ അതേ എയിനെ തന്നെ ഇയിലേക്കും അങ്ങനെ മാപ്പിംഗ് ഇല്ലല്ലോ. അങ്ങനെ മാപ്പിംഗ് വന്നാൽ അതെന്താവില്ല? അത് ഫംഗ്ഷൻ ആവില്ല. അതായത് ഓരോരുത്തർക്കും ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിനകത്തേക്ക് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ എയിൽ അതായത് ഡൊമൈനിൽ നിന്ന് എല്ലാവർക്കും അപ്പുറത്തോട്ട് മാപ്പിംഗ് വേണം. പിന്നെ ഡൊമൈനിലത്തെ ഒരാൾക്ക് ഒരെണ്ണേ പാടുള്ളൂ. ക്ലിയർ ആയില്ലേ ടോപ്പിക് എന്താന്നുള്ളത് ഫംഗ്ഷന്റെ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറയും, ഞാനിപ്പോ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ലീഡറിനെ ചൂസ് ചെയ്യാന്നിരിക്കും. ലീഡറിനെ ചൂസ് ചെയ്യാനായിട്ട് 2-3 ക്രൈറ്റീരിയാസ് ചിലപ്പോൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക, എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞിട്ട് ലീഡർ ആയതാവാം. എങ്ങനെയായാലും അങ്ങനെ ഒരു റീസൺ കൊണ്ടാണ് എന്തായത് അവർ ലീഡർ ആയത് അല്ലെ. അതേപോലെ തന്നെ റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ 2 ക്രൈറ്റീരിയ. എന്താണ് ആ 2 ക്രൈറ്റീരിയ? ഡൊമൈനിലത്തെ എല്ലാവർക്കും അപ്പുറത്തോട്ട് മാപ്പിംഗ് വേണം, പിന്നെ ഡൊമൈനിലത്തെ ഒരാൾക്ക് ഒരെണ്ണമേ പാടുള്ളൂ. ഇങ്ങനെ 2 ക്രൈറ്റീരിയ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരാണ് ഫങ്ഷൻസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, മറ്റേ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികളും ക്ലാസ് ലീഡർ ആണോ? അല്ല അല്ലെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ലീഡർ ക്ലാസ്സിലത്തെ ആണല്ലോ. അതേ രീതി തന്നെ ഇവിടെ റിലേഷൻ എന്ന് പറഞ്ഞ വലിയ സെറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ലിമിറ്റേഷൻ കൊടുത്ത് ഉണ്ടാക്കി കിട്ടിയ സാധനമാണ് ഫംഗ്ഷൻ. അപ്പോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. നേരെ മറിച്ച് എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. കിട്ടിയല്ലോ ക്രൈറ്റീരിയസ് 2 എന്താന്നുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 1 1 ആൻഡ് ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 1 എന്താ നമുക്ക് നോക്കാം. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ 2 ആൾക്കാരാണ്, നമ്മൾ നേരത്തെ ഈക്വലൻസ് പറഞ്ഞില്ലേ, അതുപോലെ ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ 2 ആൾക്കാരാണ് 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെ. അടുത്തത് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് കേട്ടാ. അങ്ങനെ 2 ഫംഗ്ഷൻ ആണുള്ളത്. 1 1 ആ വാക്കിൽ നിന്ന് തന്നെ പഠിക്കുക, ഒരാൾക്ക് ഒരെണ്ണമേ പാടുള്ളൂ. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് x1 എന്ന് പറയുന്നത് y വാല്യൂ അല്ലെ. എപ്പോഴൊക്കെ y വാല്യൂ സെയിം ആകുന്നോ അപ്പോഴൊക്കെ x വാല്യൂകളും സെയിം ആയേ പറ്റൂ. അതിനെയാണ് നമ്മൾ 1 1 എന്ന് പറയുന്നത്. ഇനി ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എക്സ് എന്ന് പറയുന്ന സെറ്റും വൈ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തേക്കാണ്. ഇവിടെ ഓൺ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അർത്ഥം. ഈ വൈ എന്ന് പറഞ്ഞ സെറ്റിലത്തെ എല്ലാ വൈകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എക്സ് കണ്ടെത്താൻ സാധിക്കണം. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആകണം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇമേജ് സെറ്റിലത്തെ അതായത് കോഡൊമൈനിലത്തെ എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാകണം എന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൺ ടു എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ 1 1 ഉം ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൈജക്റ്റീവ്. ഒരു കാര്യം കൂടി ഉണ്ട്, ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷന് ഇൻവേഴ്സ് ഉള്ളൂ കേട്ടോ. അതായത് തിരിച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എക്സിൽ നിന്ന് വൈനകത്തേക്ക് എഴുതാന്ന് വിചാരിക്കാം. അത് ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്
വൈയിൽ നിന്ന് എക്സിനകത്തേക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് നിങ്ങൾ എന്തായാലും പ്ലസ് ടുവിൽ കണ്ടിട്ടുണ്ടാവില്ല ഈ ടോപ്പിക് എന്ന് പറയുന്നത്, ഡിലേറ്റഡ് പോർഷൻ ആയിരുന്നു, ചില സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവായിരിക്കും. അടുത്ത ടോപ്പിക് ആണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഇപ്പൊ നമ്മള് എക്സ് ഉണ്ട് കേട്ടാ, ഇതാ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ദെൻ വൈ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഞാൻ എഫ് മാപ്പ് ചെയ്തു, അവിടെ നിന്ന് ഞാൻ സെഡ് എന്ന് പറഞ്ഞ സെറ്റിനകത്തേക്ക് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാപ്പ് ചെയ്തു കേട്ടാ. അപ്പൊ ദാ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഒരു എക്സ് എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് എഫിനെ കവർ ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ അത് എന്തായി മാറിയുണ്ടാവും, എഫ് ഓഫ് എക്സുകളായി ഉണ്ടാവില്ലേ. ഇനി അതേ എഫ് ഓഫ് എക്സ് ജി കവർ ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയി മാറിയുണ്ടാവും അല്ലെ. കറക്റ്റ് അല്ലേ? അപ്പൊ എക്സിൽ തുടങ്ങി സെഡിൽ അവസാനിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇല്ലേ, അതിനെ വിളിക്കുന്നതാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് ഇവിടെ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കണേ എക്സിൽ നിന്ന് സെഡിനകത്തേക്ക്, മറക്കരുതട്ടാ. അതായത് എക്സിൽ നിന്ന് സെഡിക്ക് എന്ന് പറയുമ്പോ ആദ്യത്തെ ഫംഗ്ഷൻ പോയിട്ട് എഫ് എഴുതിയേക്കരുതേ. നമ്മള് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, എക്സിൽ നിന്ന് സെഡിനകത്തുള്ള ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മള് ജി കോമ്പോസിഷൻ എഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ, എക്സ് സ്ക്വയർ അല്ലെ. ഇനി ജിന്റെ പണി എന്താ, ഇവിടെ എക്സ് ആയപ്പോ സൈൻ എക്സ് അല്ലേ, അപ്പൊ വൈ ആണെങ്കിൽ സൈൻ വൈ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ആകുമ്പോ എന്താ, സൈൻ എക്സ് സ്ക്വയർ. ഓക്കെ, ഇത്രയുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആകെ മൊത്തത്തിൽ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. ഇനി 2-3 ഇക്വേഷൻസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കണ്ടന്റ് തീരും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടാ. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഞാൻ ബി എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് മാപ്പിംഗ് കൊടുക്കണേ കേട്ടാ. അതിനകത്ത് ബിക്കകത്ത് എം ആൾക്കാരും എക്കകത്ത് എൻ ആൾക്കാരാന്ന് വിചാരിക്കുക. എങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. ഓക്കെ, ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്നതാണ്. ദിസ് ഇസ് ഈക്വൽ ടു എം പവർ എൻ. മറക്കരുത്, എയിൽ നിന്ന് ബിയിലേക്ക് ആവുമ്പോഴാണ് എം പവർ എൻ വരിക കേട്ടോ. അതുപോലെ നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് ഓൺ എ ഒരു സെറ്റ് മാത്രം എടുക്കാന്നുള്ളൂ കേട്ടോ. എക്കകത്ത് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിൽ നിന്ന് എയിനകത്തേക്കുള്ള റിലേഷൻ. ഓക്കെ, എയിൽ നിന്ന് എയിനകത്തേക്കുള്ള റിലേഷൻ എന്നുള്ള ഐഡിയ കേട്ടാ. അപ്പൊ 2 പവർ എൻ സ്ക്വയർ മൈനസ് എൻ. പിന്നെ നമ്പർ ഓഫ് റിലേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. റിഫ്ലക്സീവ് റിലേഷൻ ആയിരുന്നു എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്തുള്ളത് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഓക്കെ.